സോ ഹേ ഗൈസ് ആൾ ആർ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ചെങ്ങായിൻ്റെ കൈക്ക് നമ്മൾ ഇന്ന് സ്കൂളിൽ നിന്ന് ചാടാനായിട്ട് പോവുകയാണ്. കുറേ കാലമായി നമ്മൾ ലീവും കാര്യങ്ങളും ചോദിക്കണം. ഈ ചെങ്ങായി ആണെങ്കിൽ ലീവും തരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് ഇന്ന് സ്കൂൾ അങ്ങോട്ട് ചാടാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ കളിയിലോട്ട് പോവാം. അപ്പോൾ കളിയിലോട്ട് പോയപ്പോൾ നിൽക്കുന്നത് നമ്മളിത് ഒരുത്തൻ്റെ തലയിലൊക്കെ നിൽക്കുന്നത്. നമ്മളെ ഒരുത്തിൻ്റെ തലയിലല്ല, നമ്മളെ തലയിലായിട്ട് ഒരുത്തിനാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മളെ സാറ് അവിടെ നിൽക്കുന്നുണ്ട്, കുഞ്ഞുണ്ണി മാഷ്. ഈ ചെങ്ങായി കുറേ കാലമായി നമ്മളതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടേക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചാടിയില്ലെങ്കിൽ നമ്മളെ പേര് ഇസ്മായിൽ എന്നല്ല, നമ്മളങ്ങോട്ട് പേരും. അപ്പോൾ ഈ പൈപ്പുമ്പോൾ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. അതിൻ്റെ മുന്നേ നമുക്ക് ക്ലാസ് ഒന്ന് ഒരു വട്ടം കൂടി കാണാം. എന്തായാലും ഇനി ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രിൻസിപ്പാൾ. കണ്ടാലും മതി, നമുക്ക് അപ്പം തന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തോന്നും. പിന്നെ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, ഐ വിൽ നോട്ട് ടാസ്ക് പിസ്സ ബർഡ് ഫോർ ഫ്രീ. എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മളെ കളിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചാടി ഇതാക്കണം. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഓക്കെ, നമ്മുടെ വെയിറ്റിൽ കുഞ്ഞുണ്ണി മാഷ് ഓടി വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുഞ്ഞുണ്ണി മാഷി എന്ന് വിളിക്കണ്ട, പുട്ടാലു മാഷി എന്ന് വിളിക്കാം. കുഞ്ഞുണ്ണി മാഷി എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു ബഹുമാനം കൊടുക്കാത്ത പോലെ. ഓക്കെ, നമ്മളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് പുട്ടാലു മാഷി ജയിലിലിട്ട് അവിടെ നമ്മൾ ഒന്നും നോക്കിയില്ല, ജയിലൊക്കെ അങ്ങോട്ട് പൊളിച്ച് ചാടിയിട്ടുണ്ട്. ഓക്കെ, ആരാണ് സ്കൂളിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്? ഈ പുട്ടാലു മാഷിനായിരിക്കും. ഗെയിം പ്ലാൻ്റെ കാര്യത്തിൽ നമ്മളൊരു കില്ലാടി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളെ ഫസ്റ്റ് തോപ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്തായിരുന്നു സംഭവം? ഓക്കെ, അത് നമ്മൾ പ്രസ് ചെയ്യൂല്ലേ, ഞാൻ വിചാരിച്ചത് അത് ചാടി പോകാനുള്ള സാധനമാണെന്ന്. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചമ്മന്തി അരക്കും പോലെ ആയിരിക്കും അതിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നത് ആരെ പിസ്സ തിന്നാണ്ട് ഇതിൽ കൂടി മണ്ടിക്കണെന്നാ. എല്ലായിടത്തും പിസ്സ ഇട്ടേക്കണ്. ആരായിരിക്കും എന്നാലും ഇത്രയും പിസ്സ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് നമുക്ക് പോകാനുള്ള പിസ്സ വഴി കാണിച്ചു തരാമെന്നാ. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഇതാ കുറച്ച് പൈസ ഒക്കെ വെച്ചേക്കണം. പൈസ എന്തായാലും നമ്മൾ കളയാൻ വിചാരിച്ചിട്ടില്ല. കുറച്ച് പൈസ എടുക്കുക, ആവശ്യം വരും. സ്കൂളിൽ ചാടിയിട്ട് അവിടെ നിന്ന് ബസ്സൊക്കെ കയറി പോകാനുള്ളതല്ലേ. ഓക്കെ, ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടോ. അവിടെ എന്താ കുഞ്ഞാടം കയറണം? ഞാൻ ഒന്നും കണ്ടില്ലല്ലോ. ഓക്കെ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, ഞാൻ അത് ആദ്യം ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ചാടി വെക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിളല്ല. തിത്തൈ തരി കിഴത്തൈ അത്രയല്ലോ. എന്തായാലും കുട്ടികൾ ചാടി പോകും. അപ്പോൾ ഈ ചാടി പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ ഈ പുട്ടാലും മാഷിന് വേണ്ടിയിട്ട്. ഇതെന്താണിത്? തുരുമ്പ് പിടിച്ച കുറേ കമ്പിയും കഷ്ണങ്ങളും തകര കണ്ടങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചാടി കിടക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെയും കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും നമ്മൾ പോകുന്നതിന് മുന്നേ കുറച്ച് കോടീശ്വരനാവും. ഓക്കെ, ഈ പയം കണ്ടാലറിയാം നമ്മളെ തെന്നി വീക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇതാരാ? ഓക്കെ, നമുക്ക് ഇവനെ മണികണ്ഠൻ എന്ന് വിളിക്കാം. മണികണ്ഠനാണെങ്കിൽ നമ്മളെ വെയിറ്റിൽ വെച്ച് പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പയത്തൊലി ആരോ നമുക്ക് വേണ്ടി വഴി കാട്ടിയത്. ഓക്കെ, ആരോ നമുക്ക് ഇവിടെ ഒരു ടണലല്ല വെന്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കേടാ, ബൈ കുട്ടാലു അല്ല, എന്തായിരുന്നു? സുബ്രഹ്മണ്യനല്ല, മണികണ്ഠനായിരുന്നു. സോറി കേട്ടാ. പിന്നെ ഇതാക്കണേ, ഇതെന്താ? ഓക്കെ, നമുക്ക് വേണ്ടി ഒരു മെയ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മെയ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അതോ ഇനി ഇത് ഫേക്ക് ആണോ? അല്ല, നമ്മൾ കറക്റ്റ് സ്ഥലത്തോട്ട് തന്നെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇവിടെയും കുറച്ച് ക്യാഷ് ഉണ്ട്, അത് നമ്മൾ കളക്ട് ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടാ? ഓക്കെ, നമ്മൾ ഇതാക്കാൻ വേണ്ടി കുറച്ച് ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പുട്ടാലും മാഷേ, ഇതൊക്കെ ഒരു സില്ലി കേസല്ലേ. ഓക്കെ, ഇവിടെ $25 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കോളൊക്കെ കിട്ടുന്നുണ്ട്. അത് നമുക്കിപ്പോൾ എന്തായാലും വേണ്ട. ഓക്കെ, ഇവിടെയും കുറച്ച് കോയിൻ കൊടുത്തിട്ടുണ്ട്, അതും എടുത്തിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ഈ പൈപ്പിൻ്റെ മേലെ കൂടിയാണ് പോകാനായിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിളല്ലേ. നമ്മളിതൊന്നും ഫെയിൽ ആവാതെ തന്നെ എടുക്കും. അത്രക്കും സിമ്പിളായിട്ടുള്ള ഓരോ ഹോബീസാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടി ടഫായിട്ടുള്ള ഏതെങ്കിലും ഹോബീസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് കടന്നിട്ട് എന്ത് ലെവലാണ് കിട്ടുന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഒരു കോണി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കോണി കയറി നോക്കാം. ഓക്കെ, ഫ്രണ്ടിലോട്ട് നമുക്ക് പോകാനുള്ളത് തോന്നുന്നു. അവിടെ സ്റ്റീമൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ലേസർ ലൈറ്റ് കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്റ്റീം ഓഫ് ആക്കാനുള്ള സ്വിച്ചോ അല്ലെങ്കിൽ ഇതായിരിക്കും വഴി. ഓക്കെ, ലേസർ ലൈറ്റ് അത്യാവശ്യം ടൈറ്റാണെന്ന് തോന്നുന്നത് കേട്ടോ. ഒരുത്തിനാണെങ്കിൽ പുകയായി പോകുന്നത് കണ്ടു. ഓക്കെ, ഇവിടെ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലേസറിനുള്ള വാൾ വെച്ചിട്ടുണ്ട്, അത് ഓഫാക്കി. തിരിച്ച് പോകുന്നതിലേറെ സുഖം ഒന്ന് ചാവുന്നതാണ്. ചത്താ പിന്നെ തിരിച്ച് റീസ്പോൺ പോയിന്റിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ സ്റ്റീമും പോയിട്ടുണ്ട്. സോറി, ലേസറിനല്ല കേട്ടോ, സ്റ്റീം പോകാനും വേണ്ടിയിട്ടുള്ളായിരുന്നു ആ വാൾ. സോറി കേട്ടോ, മാറി പറഞ്ഞതായിരുന്നു. എൻ്റെ ദൈവമേ, ഓടി വീണ്ടും എത്തിയത് നമ്മളെ സ്കൂളിലോട്ട് തന്നെയാണല്ലോ. ഓക്കെ, ഇവിടെ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, ഇതും കൂടി നൈസായിട്ട് തന്നെ അടിച്ച് മാറ്റിയത്. എന്താണ് കയറാൻ പറ്റാത്ത? ഓക്കെ, നമ്മൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ അള്ളൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും വേണ്ട, അത്ര ക്യാഷ് കൊടുത്തിട്ടുള്ള കളിയൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമ്മളെ ബാക്കിലായിട്ടാണെങ്കിൽ ആരും ഓടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയാൽ പിടിക്കുന്നതാണെങ്കിൽ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ടൈമിലാണെങ്കിൽ ഓക്കെ, എന്തോ ഇതാരാ? എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ലൂപ്പ് മേസിലാണ്. അതിൻ്റെ വെയിറ്റിലാണെങ്കിൽ ഈ ചെങ്ങായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡെസ്കോ ബെഞ്ചോ ഇതെന്താ ഡെസ്ക്, ഇപ്പോൾ നമുക്ക് ഡെസ്ക് ആക്കി കൂട്ടാം. ഓക്കെ, ഈ ഡെസ്കിൻ്റെ ഇടയിലൂടെ എവിടെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലം? ആ ലൂപ്പിൻ്റെ ഇടയിലാണെങ്കിൽ ഈ ചെങ്ങായി വെയിറ്റിൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു വഴി ഉണ്ടാവും. ആ വഴിക്കൂടെ ഓടി രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഇവരാണെങ്കിൽ സാധാരണ ഒരു ഗെയിമിൽ ഇങ്ങനെ ഇതിലൂടെ പോയാൽ മതി. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ ഗേറ്റ് കാണുന്നുണ്ട്, നമുക്ക് ഓടിപ്പോയി നോക്കാം. ഓടിപ്പോയ ഉടനെ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചങ്ങായി അപ്പുറത്തേക്ക് വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കായി ഡോർ ക്ലോസ് ആയിട്ടുണ്ട്. ബൈ. ഇനി നമുക്ക് മേലോട്ടാണ് പോകേണ്ടത് തോന്നുന്നു. അത് മാത്രമല്ല, കുറേ പേര് ഗെയിമിലോട്ടല്ല ഫണ്ട് ഇൻവെസ്റ്റ് ആക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ കുറേ ഗെയിമിലോട്ട് കളയരുത്. അത് നിങ്ങൾക്ക് വലുതായതിൻ്റെ ശേഷം വലിയ റിഗ്രറ്റ് ആയിരിക്കും കേട്ടോ. ഈ ഗെയിമിൽ പരിചയപ്പെട്ട കുറച്ച് ചെക്കന്മാരെ കണ്ടപ്പോഴാണ് നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ അവരുടെ ഫണ്ട്
ഒന്നല്ല, എവിടുന്നൊക്കെ ഫണ്ട് ഒപ്പിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ആയിട്ട് അവർ നല്ല പൈസ ഗെയിമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റബോധം എന്നാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ വലിയൊരു ലാഭം, ഒരു നരകത്തിൽ തന്നെയാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. ഈ നരകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ കഴിച്ചിലാവണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കടന്നിട്ടുണ്ട്, സെക്കൻഡ് കടന്നിട്ടുണ്ട്, ഓക്കെ തേർഡും കടന്നിട്ടുണ്ട്. ഓക്കെ, ഇതും കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് മണി ഉണ്ട്, അതും നമ്മൾ കളക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും മേലോട്ടാണ് പോകാനായിട്ടുള്ളത്. ജസ്റ്റ് മിസ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഈ ട്രൈയിൽ നമ്മൾ എന്തായാലും വിജയിച്ചിരിക്കും. വിജയിച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യട്ടെ. നമുക്ക് ഇപ്പോൾ തന്നെ എങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിലാവണം. ഇവിടുന്ന് ചാടി ഇനി ഒറ്റൊന്നും കൂടി ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഒറ്റതും കൂടി കഴിഞ്ഞാൽ ലേഡറിലോട്ട് നേരെ ചാടിയാൽ ഓക്കെ കയറാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് കയറാൻ പറ്റില്ല, കുറച്ച് റിസ്ക് ആയിരിക്കുന്നത്. അത് ഇച്ചിരി സിമ്പിളായിരുന്നു. ഓക്കെ, ഇതാക്കണ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ബ്രിഡ്ജിലേതോ ജസ്റ്റ് മിസ് ഇട്ടോ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇത് വലിയ റിസ്ക് ഇല്ല. ഓക്കെ, ഇവിടെയും കുറച്ച് പൈസ ഉണ്ട്, അത് നമുക്ക് കളക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ? ഓക്കെ, നമുക്ക് ഇനി എന്തോ ഒരു ഡെസ്കും ബെഞ്ചൊക്കെ കാണുന്നുണ്ട്. അതിന്മേലാണെങ്കിൽ ലേഡറും വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓക്കെ ഇവിടെ എന്തോ ഒരു വഴി കാണുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഫേക്ക് ചെയ്തതാണ്. നമുക്കിനിയിപ്പോൾ ഡെസ്കും ബെഞ്ചൊക്കെ ചാടി കയറി പോകണം. ഇവിടെ ലേഡറും വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്നുകൂടി കയറി വെക്കാം. ഇങ്ങനത്തെ കുറച്ച് ബഗ്ഗാളുണ്ട് റോബ്ലോക്സിൽ. ഇതൊന്നും ഇവർ നന്നാക്കണമില്ല. അതുപോലെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ മിസ്റ്റേക്കാണ്. നമുക്കിപ്പോൾ ഇനി ഇവിടെ ചാടി ഇത് ഞാൻ കണ്ടില്ല, ആ പ്ലാങ്ക് പൊളിയാൻ കിടക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തന്നൂടെ സൂചന, ഞാൻ ശ്രദ്ധിച്ചതുമില്ല. ഓക്കെ, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, അവിടെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് അതും ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒറ്റൊന്നും കൂടി ഉള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ്? ഇതെന്ത് സംഭവം? ഓക്കെ, നമുക്കിവിടെ പിക്കാറ്റ്സ് വെച്ചിട്ടുണ്ട്. പിക്കാറ്റ്സ് വെച്ചിട്ട് എന്താ? ഓക്കെ, മനസ്സിലായി. അതായത് ക്രോസ് ഇട്ട് റെഡ് ക്രോസ് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. ഞാൻ വേണമെങ്കിൽ ഒരൊറ്റം കൂടി കാണിച്ചു തരാം. റെഡ് ക്രോസ് നമ്മൾ അറിയാതെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ ചെങ്ങായിൻ്റെ പേര്? ചെങ്ങായിക്ക് പേരൊന്നും ഇടുന്നില്ല. അപ്പോൾ വേണ്ട, എല്ലാവരും ഇങ്ങനെ കളിയാക്കണ്ട. എല്ലാവരും ഇങ്ങനെ കളിയാക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അയാൾ വന്നാണ്ട് നമ്മളെ കൊല്ലും, മനസ്സിലായില്ലേ? ഓക്കെ, ഒരു റോബോട്ട് വന്നിട്ട് നമ്മളെ കൊല്ലും. ഓക്കെ, നമ്മളിപ്പോൾ വൈറ്റ് പോർഷൻ മാത്രം കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ, വൈറ്റ് ക്രോസ് മാത്രം. ഓക്കെ, നമുക്കുള്ള വഴി ഇതാണെന്ന് തോന്നുന്നുട്ടോ. ഇതാവാൻ സാധ്യത, കാരണം വേറെ ഒന്നും കാണില്ല. ബാക്കിയൊക്കെ റെഡ് ക്രോസ് ആണ്. റെഡ് ക്രോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെങ്ങായി വന്ന് നമ്മളെ തച്ച് പുഴുത്തു. ഇവിടെ എന്തോ ഒരു ഓക്കെ മണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ റബ്ബർ പോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇതെന്താ ട്രാഫിക് സിഗ്നലൊക്കെ ഇവിടെ വെച്ചിരിക്കണോ? ഓക്കെ, എനിക്ക് തോന്നുന്നു റേസിംഗ് ആട്ടോ. ഓക്കെ, നമ്മൾ പുട്ടാൽ മാഷിനായിട്ട് റേസിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെ പെട്ടെന്നായിരുന്നു, ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയായിരുന്നു നമ്മുടെ റേസിംഗ് ഒക്കെ. ഈ ചെങ്ങായി നമ്മളെ തല്ലാൻ വരികയാണോ അതോ നമ്മളായിട്ട് റേസിങ്ങിനാണോ? കയ്യിൽ സ്കെയിലൊക്കെ ഉണ്ട്, മിക്കവാറും നമ്മളെ തച്ച് പൊളിക്കും. നിൽക്കാത്ത നല്ലത്, നമുക്ക് പെട്ടെന്ന്. എന്നാലും ഞാൻ ക്ലാസ് ചാടുന്ന വിവരം ഇയാളെങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കറിയില്ല, ആരോ ഒറ്റി കൊടുത്തതാണെന്ന് തോന്നുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡോറും ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം മൂഞ്ചിനെ ഒന്ന് കാണായിരുന്നു. ഇവിടെ കുറച്ച് മണി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കളക്ട് ആക്കിയിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി കുറച്ച് ടഫുള്ള എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു, ഇത് അല്ലാതെ ബോറാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ? ഓക്കെ, ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കുള്ള ഒരു ഇതെന്താണ്? ഇതിന് കാർട്ട് എന്നല്ല പറയാ, ഇതിന് കാർട്ട് എന്നാണ് പറയല് തോന്നുന്നുട്ടോ. ഓക്കെ, കാർട്ട് തന്നെയാണ്. ഓക്കെ, നമുക്കുള്ളൊരു കാർട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താണ്, ഇതെന്താ വണ്ടറിലേക്കൊക്കെ ട്രിപ്പ് പോയ പോലെ ഉണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇത് ബഗ് അടിച്ചതാണോ? അല്ല, ഇത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുട്ടോ. നമ്മളെങ്ങോട്ടോ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കളി കഴിഞ്ഞെന്ന് തോന്നുന്നുട്ടോ. അല്ല, കളി കഴിഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ വലുതെന്തോ സംഭവിക്കാണ്ട്. ഓക്കെ, ഇവിടെ വഴി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിൻഡിന്ന് ഇവിടെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിൻഡ് അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം കൺട്രോൾ ചെയ്തിട്ടാണ് ഓടുന്നത് കേട്ടോ. അത്ര സുഖമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കിടക്കാനായിട്ട്. ഓക്കെ, നമ്മളെ ഒപ്പളം ചത്തിട്ടുണ്ട്, നമ്മൾ കടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് അടിയിലോട്ട് പോകാൻ. ഓക്കെ, നമ്മളെന്തായാലും അടിയിലോട്ട് ഇടില്ലേ. ഞാൻ സൈഡിലൂടെ വഴി ഉണ്ടോ നോക്കിയതാ, എന്തായാലും അടിയിലോട്ട് ഇട്ടുണ്ട്. ഇതെന്താ 1 2 3 3 ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇതെന്താ കസേര കളിയോ? ഓക്കെ, എനിക്ക് തോന്നുന്നു കസേര കളിയാട്ടാ. കസേര കളി തന്നെയാടാ. ഇവിടെ എന്താ പാട്ട് പ്ലേ ആവുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് പാട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ നമ്മൾ അവിടെ പോയി ഒറ്റ ചാട്ടം ചാടിയിട്ട് കസാലയോട്ട് ഇരിക്കണം. നമ്മളെ ഫസ്റ്റ് റൗണ്ടിലാണെങ്കിൽ നമ്മൾ ബ്ലൂവിനെ എലിമിനേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ടൈറ്റ് റൗണ്ടാണ് തോന്നുന്നത്. ഓക്കെ, ഈ ചങ്ങായിക്ക് വേറെ ഗെയിമാണ് തോന്നുന്നത് അല്ലേ? ഓൻ ഒറ്റക്കൊക്കെ പോയിരിക്കണം. ഓനക്ക് വേറെ ഗെയിം പ്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി 2 കസാലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. പാവം ഗ്രീനും പോയിട്ടുണ്ട്. ഇനി റെഡും ഞാനും ഇസ്മായിലും തമ്മിലുള്ള വലിയൊരു ഫൈറ്റാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇസ്മായിൽ 6-7 ജയിക്കുമോ അതോ റെഡ് ജയിക്കുമോ? ഇസ്മായിൽ ഓക്കെ, നമുക്ക് ആ സീറ്റും കിട്ടിയിട്ടുണ്ട്. പാവം റെഡും എലിമിനേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓണായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകണ്ട. ഓക്കെ, നമ്മളെ മുന്നിൽ നമുക്ക് മുന്നിലൊരു ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ വലിയൊരു സാധ്യത തന്നെയുണ്ട്. ഓക്കെ, ഇവിടെ മണി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലോട്ട് എന്തോ ഒരു ഹിഡൻ പ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത് ബഗ് എന്തോ ആണല്ലേ. ഗെയിമിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ സ്ഥലം എന്തോ ആണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഓക്കെ, തിരിച്ചു പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി പോയി നോക്കണ്ട. വേണ്ട, നമുക്ക് തിരിച്ചു പോയോക്കാം. ഇവിടെ എക്സിറ്റ് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതാണ് ഇനി പോകാനുള്ള വഴി തോന്നിട്ടാ. ഇവിടെ എന്തോ ഒരു ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട് $75. നേരത്തെ കണ്ട അതേ ഡ്രിങ്ക് നമ്മളിപ്പോൾ വേങ്ങണില്ല. വേണ്ട, നമുക്ക് ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ റീസ്പോൺ കൊടുത്തിട്ടുണ്ട്. റീസ്പോൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക, പിന്നെ ആവശ്യം വരും. ഓക്കെ, ഇവിടെ എന്തോ ഒരു ചെയർ. ഓക്കെ, ഇവിടെ നമ്മുടെ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ വെച്ച് ഓക്കെ ഫസ്റ്റ് പ്ലാങ്കിലോട്ട് ചാടിയിട്ടുണ്ട്. ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പൈപ്പിലോട്ട് ചാടിയിട്ടുണ്ട്. ഇവിടെ എന്താ ക്യാഷ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മളെ ക്യാഷ് എന്ന് ഇവർ ജൂതന്മാരാണോ?
ഒന്നുമില്ല. ഓക്കെ, പൈപ്പ് ലൈനൊക്കെ ചാടി പോയിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ ചീസ് ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ പൈസ വെച്ചിട്ടുണ്ട്, പൈസ എടുത്തു. ഇതെന്തൊക്കെ കളി മനസ്സിലാവണില്ലല്ലോ. ഓക്കെ, ഇതെന്താണ് ബസൂക്ക, മറ്റേ ബസൂക്ക മരിക്കത്ത ഒരു സാധനം വെച്ചിട്ടുള്ളൂ. $100 കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് നമ്മൾ എടുത്തുകിട്ടാ. നമ്മൾ ഇത് വെച്ച് ഓക്കെ നമ്മൾ ഇവനെ തച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിന്ന് ഇവനെ പൊളിച്ചെടുക്കും. നമ്മളവരെ കൊല്ലാനും വേണ്ടിയിട്ട് 1.5 മിനിറ്റിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിത് കാണിച്ച് ബോറാക്കണ്ടെന്ന് വിചാരിച്ചാണ്ട് അതെല്ലാം കൂടിയാണ്ട് ഇടിച്ച് പരത്തിയിട്ട് 10 സെക്കൻഡിൽ ഒതുക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ബോറായിരുന്നു. ഞാൻ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടാണ് അവനെ കൊന്നിട്ടുള്ളത്. അവന് കൊല്ലാൻ റിസ്ക് ഒന്നുമില്ല. പക്ഷേ എൻ്റെ എന്തോ ബഗ് അടിച്ച് ഞാൻ എടുത്ത ബസൂക്ക ഗണ്ണാണെങ്കിൽ കാണാനില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ സ്റ്റോറിലൊക്കെ കൊണ്ടുപോയി ലാസ്റ്റാണ് ബസൂക്ക ഗണ്ണ് കിട്ടി. അങ്ങനെ അവനെ അങ്ങോട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയോ അച്ചീവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട് റോബ്ലോക്സിൻ്റെ ഭാഗത്തുനിന്ന്. ഇവർക്ക് ഇതുപോലെ പൈസ കിട്ടുന്നു. ഓക്കെ, നമ്മുടെ മുന്നിൽ വലിയൊരു ഗേറ്റ് തന്നെ തുറന്നു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഗെയിം അവസാനിക്കാനായിട്ട് പോവുകയാണ്. കാരണം എത്ര നേരമായിട്ട് ഓക്കെ ഓക്കെ സ്കൂൾ ബസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഗെയിം അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് എല്ലാ ഓഫീസിൻ്റെ അവസാനമായിട്ട് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമ്മളങ്ങനെ കയറ്റി കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റോബ്ലോക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഐഡിയ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.